നമ്മൾ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യമാണ് കഴിഞ്ഞ ദിവസം ചിന്തിച്ച് നിർത്തിയത്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു, അതിനാലല്ലോ പൂർണ്ണന്മാർക്ക് സാക്ഷ്യം ലഭിച്ചതെന്ന് നമുക്ക് വായിക്കുന്നു. അതായത് തൊട്ട് 10-ാം അധ്യായത്തിന്റെ 39-ാമത്തെ വാക്യം അവസാനിപ്പിക്കുന്നത്, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രേ ആകും. അപ്പോ നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ആ വിശ്വാസത്തിന്റെ റിസൾട്ട് എന്തായിരിക്കണം എന്നുള്ളതാണ് 10-ാം അധ്യായത്തിന് 39-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ എത്രേ ആകുന്നു എന്ന് എഴുതിയിരിക്കുന്നു. അപ്പൊ അതിന്റെ അർത്ഥം വിശ്വാസത്തിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്, വിശ്വാസത്തിന്റെ അന്തം എന്ന് അവസാനം എന്ന് പറയുന്നത്, നാം എന്താണോ വിശ്വസിക്കുന്നത് അതിന്റെ നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത്, എൻ്റെ അന്ത്യം എന്ന് പറയുന്നത് നമ്മുടെ ആത്മരക്ഷ ആയിരിക്കണം. കർത്താവ് യേശു ക്രിസ്തുവും ദൈവത്താൽ അയക്കപ്പെട്ട യോഹന്നാൻ സ്നാപകനും അവരുടെ സുവിശേഷീകരണം തുടങ്ങിയ സമയത്ത് ഇങ്ങനെയാണ് വിളിച്ചു പറഞ്ഞത്: ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ചുകൊള്ളുവീൻ. അപ്പോ വിശ്വസിക്കുന്നതിൻ്റെ ആവശ്യകത ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നത് കൊണ്ട് ആ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടി മാനസാന്തരപ്പെട്ട് വിശ്വസിക്കണം. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന്റെ ഒരു നമുക്ക് വേണമെങ്കിൽ അതിന് വേണ്ടിയുള്ള ഒരാഹ്വാനമാണ്. അല്ലെ, അതിനുവേണ്ടി ദൈവരാജ്യത്തിലേക്ക് നാം പ്രവേശിക്കണമെങ്കിൽ വിശ്വാസത്താൽ മാത്രമേ കഴിയൂ എന്നുള്ള ആഹ്വാനമാണ് യേശു ക്രിസ്തുവും യോഹന്നാൻ സ്നാപകനും ഒക്കെ നമുക്ക് ആദ്യകാലത്ത് തന്നെ തന്നിരുന്നു. അപ്പോൾ എന്നാൽ ഇന്ന് ഈ വിശ്വാസം എന്ന് പറയുന്നത് വളരെ വികലമായി ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്ന, സുവിശേഷം എന്ന പേരിൽ വളരെ വികലമായിട്ട് വിശ്വാസത്തെ ചിത്രീകരിക്കുന്നത് നമുക്ക് അറിയാൻ കഴിയും. ഇന്ന് വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ആവശ്യങ്ങൾ, നമ്മുടെ ആകുലതകൾ, നമ്മുടെ വെറീസ്, നമ്മുടെ പ്രശ്നങ്ങൾ ഒക്കെ പരിഹരിക്കാനുള്ള ഒരു മരുന്ന് പോലെയാണ് ഇന്ന് വിശ്വാസം എന്ന് പറയുന്നത് ഉപയോഗിക്കപ്പെടുന്നത്. വളരെ വ്യാപകമായിട്ട് അങ്ങനെ ചിന്തിക്കുന്നു. അപ്പൊ ഈ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ആകുലതകൾക്ക് വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥനകളും ഉപവാസങ്ങളും ഒക്കെ നമ്മൾ അനലൈസ് ചെയ്ത് നമ്മൾ വിലയിരുത്തി നോക്കി നമുക്ക് കാണാൻ കഴിയുന്നത്, ഇതിൽ കൂടെ എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഈ ലോകത്തിലെ, നമ്മുടെ ഡെയിലി ലൈഫിലുള്ള, നമ്മുടെ ദൈനംദിന ജീവിതത്തിലുള്ള നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഒന്ന് മാറി കിട്ടാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നാം തരം താണു പോയിട്ടുണ്ടോ എന്ന് നമ്മളെ തന്നെ പരിശോധിക്കുന്നത് നല്ലതാണ്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയുള്ള വിശ്വാസത്തെ കുറിച്ചല്ല, നേരെ മറിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്ന വിശ്വാസത്തെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. അതുകൊണ്ടാണ് 10-ാം അധ്യായത്തിന്റെ ലാസ്റ്റ് വേർഡിൽ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രേ ആകുന്നു. എന്നിട്ട് 11-ാമത്തെ അധ്യായം തുടങ്ങുന്നത് വിശ്വാസം എന്നാൽ എന്താണ് എന്നുള്ള, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകും. അപ്പോൾ വിശ്വാസം, ഞാൻ പറഞ്ഞു, വിശ്വാസത്താലാണ് ദൈവരാജ്യത്തിലേക്കുള്ള നാം പ്രവേശിക്കപ്പെടുന്നത്. ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന് നമുക്ക് പ്രാപ്തി തരാത്ത, നമുക്ക് ഉദവി തരാത്ത വിശ്വാസം എന്ന് പറയുന്നത് അത് ഒരു കേവല ദൈവത്തിന്റെ വചനത്തിൽ പറയുന്ന വിശ്വാസമല്ല. കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തു ഇങ്ങനെ പറയുണ്ടായി: ആയാൽ എന്ത് തിന്നും, എന്ത് ഉടുക്കും, അല്ലെ എന്ത് ഭക്ഷിക്കും എന്നുള്ള ഈ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടുത്തി ചിന്തിക്കരുത്. ഇതെല്ലാം ലോകജാതികൾ അന്വേഷിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് സ്വർഗസ്വനായ പിതാവ് അറിയുന്നു. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് യേശു ക്രിസ്തു പഠിപ്പിച്ചത്, മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. അപ്പൊ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്ന തലത്തിലേക്കുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ, നമ്മൾ അങ്ങനത്തെ ഒരു അതിവിശുദ്ധ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വരേണ്ടത് ആവശ്യമാണ്. അപ്പൊ ഈ വിശ്വാസത്തിന് 2 തലങ്ങളുണ്ട്.
അതിന്റെ രണ്ട് തലങ്ങൾ എന്ന് പറഞ്ഞാൽ, അതിന്റെ ഒരു തലം എന്ന് പറയുന്നത് നമ്മുടെ ഈ ലോകത്തിലെ ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഒരു പരീക്ഷ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് ഒരു പരീക്ഷ നേരിടും. അപ്പൊ ഈ പരീക്ഷയിൽ നിന്നുള്ള വിടുതലിന് വേണ്ടി, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളാണെങ്കിൽ പരീക്ഷയിൽ നല്ല മാർക്ക് മേടിച്ച് ജയിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥി വിശ്വാസിയായിരിക്കുന്ന ദൈവമകൻ അത് ദൈവമകള് ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുമ്പോൾ ആ ഇന്റർവ്യൂവിന് ജയിക്കാൻ വേണ്ടി ഇങ്ങനെ വിശ്വാസത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അത് ഒന്നുകിൽ ആ പ്രാർത്ഥനയുടെ അനന്തരഫലമായി നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ ആ കാര്യങ്ങൾ ദൈവം സാധിപ്പിച്ചു തരണം, ദൈവം സാധിപ്പിച്ചു തരുന്നു. എന്നാൽ രണ്ടാമത്തെ തലം എന്ന് പറയുന്നത്, അതിന്റെ റിസൾട്ട് എന്തായാലും അത് എന്നെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. ഞാൻ പരീക്ഷയിൽ തോറ്റുപോയാലും ഇന്റർവ്യൂവിൽ തോറ്റുപോയാലും, ഞാൻ ആഗ്രഹിക്കുന്ന ജോലിക്കയറ്റം കിട്ടിയില്ലെങ്കിലും, ഞാൻ ആഗ്രഹിക്കുന്ന സാമ്പത്തികമായ നന്മകൾ കിട്ടിയില്ലെങ്കിലും, ഞാൻ ആഗ്രഹിക്കുന്ന ശരീരത്തിന്റെ രോഗത്തിന്റെ വിടുതൽ കിട്ടിയില്ലെങ്കിലും, എന്ത് തന്നെ ആയിരുന്നാലും ദൈവത്തിന്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറണം, അതാണ് എനിക്ക് വേണ്ടത് എന്നുള്ള ആ ഒരു രണ്ടാമത്തെ തലം. അപ്പൊ അതിന്റെ അർത്ഥം, ദൈവത്തിന്റെ ഇഷ്ടം നിറവേറുന്ന സ്ഥലമാണ് ദൈവരാജ്യം. അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം മാത്രമാണ് നടക്കുന്നത്. ദൈവത്തിന്റെ ഇഷ്ടം മാത്രം നടക്കുന്ന സ്ഥലത്തെയാണ് നമ്മൾ ദൈവരാജ്യം എന്ന് പറയുന്നത്. അത് ഈ ലോകത്തിലാണെങ്കിലും അങ്ങനെയാണല്ലോ. ഏതെങ്കിലും ഒരു ഭരണാധികാരിയുടെ രാജാവിന്റെ രാജ്യം എന്ന് പറയുന്നത്, ആ രാജ്യത്തെ ഭരിക്കുന്ന രാജാവിന്റെ ഇഷ്ടമാണ് ആ രാജ്യത്തിൽ നിറവേറപ്പെടേണ്ടത്. അതാണ് നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ ദൈവരാജ്യത്തിൽ നിറവേറപ്പെടേണ്ടത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. അപ്പോൾ നാം ദൈവരാജ്യത്തിൽ ആണെങ്കിൽ നാം ദൈവത്തിന്റെ ഇഷ്ടമാണ് നമ്മുടെ ജീവിതത്തിൽ നിറവേറപ്പെടേണ്ടത്. അത് എന്ത് തന്നെ ആയിരുന്നാലും ദൈവമാണ് അത് എല്ലാം നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടാത്തത് എന്നുള്ള തീരുമാനവും ദൈവത്തിൻ്റെതാണ്. അപ്പോ ഈ ദൈവം ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോരുത്തർക്കും വിഭാഗിച്ച് അളന്ന് തരുമ്പോൾ, അത് നമ്മുടെ നീതി പോലോ നമ്മുടെ കാഴ്ചപ്പാട് പോലെ അല്ല ദൈവം ചെയ്യുന്നത്. ദൈവം സർവജ്ഞാനി ആയതുകൊണ്ട് എന്ത് ചെയ്താലാണ് ഒരുവന് അല്ലെ നമ്മളിൽ ഓരോരുത്തർക്ക് ദൈവം എന്ത് ചെയ്താലാണ് ദൈവത്തിന്റെ സമ്പൂർണമായ ഇഷ്ടത്തിലേക്ക് നാം നിലനിൽക്കുന്നതും നാം കടക്കുന്നതും ദൈവത്തിന് അറിയാവുന്നത്. ദൈവം അതാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഒരു ഉദാഹരണം നമ്മളിങ്ങനെ ചിന്തിക്കാം. ഇപ്പോ ഒരമ്മ രാവിലെ 2 മുട്ട പുഴുങ്ങി, നല്ല 2 മുട്ട പുഴുങ്ങി തൊണ്ടെല്ലാം പൊളിച്ച് വെക്കുന്നു. ഈ അമ്മയ്ക്ക് 2 കുഞ്ഞുങ്ങളുണ്ട് എന്ന് വിചാരിക്കുക. ഈ 2 കുഞ്ഞുങ്ങളുണ്ട്, 2 മുട്ടയുണ്ടെങ്കിൽ ഈ അമ്മ സാധാരണ ചെയ്യാൻ സാധ്യതയുള്ളത്, ഈ ഓരോ കുഞ്ഞുങ്ങൾക്കും ഓരോ മുട്ട കൊടുക്കും. അതാണ് ഒരു അമ്മ ചെയ്യാൻ സാധ്യതയുള്ളത്. എന്നാൽ ദൈവം ചെയ്യുന്നത് അങ്ങനെയല്ല. ദൈവം ചെയ്യുന്നത്, ആർക്കാണോ കൂടുതൽ ക്ഷീണമുള്ളത്, ആർക്കാണോ കൂടുതൽ വിറ്റാമിനുകൾ ആവശ്യമുള്ളത്, ആർക്കാണോ കൂടുതൽ ഹെൽത്ത് ആവശ്യമുള്ളത്, ആരാണോ കൂടുതൽ ക്ഷീണിതനായിരിക്കുന്നത്, അവന് ഈ 2 മുട്ടയും കൊടുക്കുന്നിരിക്കും. അപ്പൊ ആ തീരുമാനം ദൈവത്തിൻ്റെതാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യണം എന്നുള്ള തീരുമാനം ദൈവത്തിന് വിട്ടുകൊടുക്കുന്നതാണ് വിശ്വാസത്തിന്റെ രണ്ടാമത്തെ തലം. അങ്ങനെ ആ തലത്തിൽ നാം നിൽക്കുന്നുവെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ആ തലത്തിലേക്ക് നാം എത്തുന്നുവെങ്കിൽ മാത്രമേ ദൈവരാജ്യം, ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ. ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം എന്ന് പറയുന്നത്, നാം മരിച്ചതിന് ശേഷം നമ്മുടെ ആത്മാവ്, അല്ലെ നമ്മൾ സ്വർഗത്തിൽ ചെന്നിട്ട് നമ്മളെ അവകാശമാക്കുന്ന ഒരു സംവിധാനം മാത്രമല്ല യേശുക്രിസ്തു ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. കാരണം യേശുക്രിസ്തു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ യേശുക്രിസ്തു ഇങ്ങനെ പഠിപ്പിച്ചതിൽ ഒരു കാര്യമാണ്, നിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകും. അത് ഭൂമി എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് ഓൾ വേൾഡ് എന്നുള്ള അർത്ഥത്തിൽ ഉണ്ട്. അപ്പോൾ തന്നെ ഓരോ ഇൻഡിവിജ്വലായിട്ട്, വ്യക്തിപരമായിട്ട് എൻ്റെ ജീവിതത്തിലും ദൈവത്തിന്റെ ഇഷ്ടം നിറവേറണം. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇഷ്ടമാണ് നിറവേറേണ്ടത്, എൻ്റെ ഇഷ്ടമല്ല. അങ്ങനെ ദൈവത്തിന്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറപ്പെടുമ്പോൾ മാത്രമേ നാം ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കൂ എന്ന് നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ. അതിന് നമുക്ക് ആവശ്യമുള്ളത് വിശ്വാസം. വിശ്വാസത്താലാണ്
ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം നമുക്ക് സാധിക്കും. ഇപ്പോൾ ഇവിടെ അതാ പറഞ്ഞിരിക്കുന്നത്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാണ്. നമുക്ക് ഓരോരുത്തർക്കും നമുക്കൊരു വലിയ പ്രത്യാശ ദൈവം തന്നിട്ടാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. അതാണ് എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവന്റെ വിളിയാനുള്ള ആശ. ദൈവം ഓരോരുത്തരെ വിളിക്കുമ്പോൾ, എന്ന് മാത്രമല്ല അപ്പോസ്തലൻ പൗലോസ് ഒരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്നു, നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി വിളിച്ചിരിക്കുന്ന പോലെ. അപ്പൊ നമ്മളെ വിളിച്ചപ്പോൾ തന്നെ നമ്മളിൽ ഒരു പ്രത്യാശ ദൈവം വെച്ചിട്ടുണ്ട്. ആ പ്രത്യാശ എന്ന് പറയുന്നത് ഈ ലോകത്തിലെ എൻ്റെ ഭൗതികമായ സാഹചര്യങ്ങളോ എൻ്റെ ശാരീരിക, മാനസിക, ഭൗതിക മണ്ഡലങ്ങളിലെ ആവശ്യങ്ങളുടെ ഒന്നുകൂടെ അഭിവൃദ്ധിയോ നിറവേറ്റപ്പെടലോ എന്നതിനേക്കാൾ എല്ലാം അപ്പുറത്ത് ദൈവരാജ്യം എൻ്റെ ജീവിതത്തിൽ നിറവേറപ്പെട്ട് ദൈവരാജ്യം എൻ്റെ ജീവിതത്തിൽ ദൈവം നിറവേറ്റി ആ ദൈവരാജ്യത്തിലേക്ക് എന്നെ പ്രവേശിപ്പിച്ച് അങ്ങനെ ദൈവത്തിന്റെ സമ്പൂർണമായ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറ്റി ഞാൻ കർത്താവ് യേശു ക്രിസ്തുവിനെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ് നമ്മളുടെ ആ ആശ നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നത്. ആ ആശ നമ്മുടെ ഉള്ളിൽ പകർന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ വാക്യങ്ങളിൽ 28-29 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരിക്കുന്ന ഓരോ ദൈവമക്കളുടെ ഉള്ളിൽ വലിയൊരു ഞരക്കമുണ്ട്. ആ ഞരക്കം എന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ള ഏതെങ്കിലും കാര്യങ്ങൾ കിട്ടാതെ വന്നപ്പോൾ, അല്ലെ മറ്റൊരുവന് അങ്ങനത്തെ ഒരു സാഹചര്യം ഉള്ളപ്പം എനിക്കും എന്തുകൊണ്ട് അങ്ങനത്തെ ഒരു സാഹചര്യം കിട്ടുന്നില്ല, അങ്ങനത്തെ നന്മ കിട്ടുന്നില്ല, അങ്ങനത്തെ അവസ്ഥ എനിക്ക് വരുന്നില്ല എന്നുള്ളതല്ല ആ ഞരക്കം. നേരെ മറിച്ച് ഞാൻ അല്ലെ കർത്താവ് യേശു ക്രിസ്തു എപ്പോഴാണ് പ്രത്യക്ഷനാകുന്നത്, അല്ലെങ്കിൽ ഞാൻ എപ്പോഴാണ് കർത്താവിനെ പോലെ ആയിത്തീരുന്നത്, അതിനുവേണ്ടിയുള്ള ഞരക്കം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ ഇടുന്നു. അതിന്റെ കാരണം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം പകർന്നിരിക്കുന്നത് ഈ പാപത്തിന് എപ്പോഴും അടിമപ്പെടാൻ സ്വാധീനമുള്ള വളരെ ആ പാപത്തിന്റെ സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ എല്ലാ സമയത്തും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ തക്ക വീക്കായിട്ടുള്ള ഒരു ബോഡിയുടെ ഉള്ളിലാണ്, ശരീരത്തിന്റെ ഉള്ളിലാണ്, ഹൃദയത്തിലാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം പകർന്നിരിക്കുന്നത്. അപ്പൊ ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം പകർന്നിരിക്കുന്ന നമ്മളുടെ ശരീരം എന്ന് പറയുന്നത് പാപം ചെയ്യാൻ എപ്പോഴും സാധ്യതയുള്ള, പാപത്തിലേക്കൊരു വലിയുള്ള, പാപത്തിന്റെ എല്ലാ സ്വാധീനങ്ങളും നമ്മുടെ എല്ലാ അവയവങ്ങളിലും എപ്പോഴും പ്രവർത്തിക്കാൻ ഇടയുള്ള ഒരു ശരീരത്തിലാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇരിക്കുന്നത് എന്നതുകൊണ്ട് ആ പരിശുദ്ധാത്മാവിന് അനുകൂലമായ സാഹചര്യം അല്ല അവിടെ ഉള്ളതുകൊണ്ട് ഈ ആത്മാവിന് എപ്പോഴും ഒരു ഞരക്കം ഉണ്ടാവും. അത് നമുക്ക് ഇങ്ങനെ വേണേ ചിന്തിക്കാം. നമ്മളൊരു ആടിനെ കൊണ്ടുവന്നിട്ട് ഒരു ചെളിക്കുണ്ടിൽ കെട്ടുകയാണെന്ന് വെച്ചാൽ മുഴുവൻ ചെളി അടിച്ച് വെള്ളം എല്ലാം കൂടെ പതഞ്ഞ് ചെളി പിടിച്ച ഒരു ചെളിക്കുഴിയിൽ ഒരു ആടിനെ കൊണ്ട് കെട്ടിയാൽ ആ ആടിന്റെ ഒരു നിലവിളിയും ഒരു പ്രയാസവും വളരെ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം. അതിനൊട്ടും താല്പര്യമില്ല അവിടെ നിൽക്കാൻ. എങ്ങനെയെങ്കിലും ഒരു അടിച്ചു വിടുവാണെങ്കിൽ ഒരൊറ്റ ഓട്ടം അവിടെ നമുക്ക് കാണാം. കാരണം ഈ ആടിന് അനുകൂലമായ സാഹചര്യമല്ല എന്ന് പറഞ്ഞ പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഉള്ളപ്പോൾ തന്നെ ആ ആത്മാവിനൊരു ഞരക്കമുണ്ട്. ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ തരുന്ന മറ്റെന്ത് കാര്യം നമുക്കുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് അന്യഭാഷ കാണും, പ്രവചനം കാണും, ഒത്തിരി പലതും ഉണ്ടാവും. എന്നാൽ ഇതിന്റെ എല്ലാം അപ്പുറത്ത്, ഇതിന്റെ എല്ലാം മുകളിലായിട്ട്, ഇതിന്റെ എല്ലാം ഉപരിയായിട്ട് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി, അഥവാ അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് വേണ്ടിയുള്ള ഒരു ഞരക്കം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ എൻ്റെ ഉള്ളിൽ ഇല്ല എങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ ഉള്ളിൽ നമ്മൾ പ്രാപിച്ചിരിക്കുന്നു എന്നുള്ള ആ ആത്മാവ് എന്ത് ആത്മാവാണ് എന്ന് ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് വിലയിരുത്തുന്നത് നല്ലതായിരുന്നു. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരിക്കുന്ന ഓരോ ദൈവമക്കൾക്കും ഇങ്ങനൊരു ഞരക്കമുണ്ട്. ആ ഞരക്കം എന്തിനു വേണ്ടിയുള്ളതാണ്? അത് നമ്മുടെ പ്രത്യാശയുടെ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള ഞരക്കമാണ്. എന്താണ് നമ്മളെ പ്രത്യാശ? നമ്മളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി വിളിച്ചപ്പോൾ വെളിയാനുള്ള ആശ. ആ പ്രത്യാശ എന്താണ്? ആ പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരും. ആ മടങ്ങി വരുന്ന സമയത്ത്
യോഹന്നാന്റെ ലേഖനത്തിൽ യോഹന്നാൻ എഴുതി, അവൻ മടങ്ങി വരുമ്പോൾ നാം അവനായിരിക്കുന്ന പോലെ തന്നെ കാണുന്നതുകൊണ്ട് അവനോട് സദൃശന്മാരാണ്. അവനിൽ ഈ പ്രത്യാശയുള്ളവൻ. ഏത് പ്രത്യാശ? കർത്താവ് യേശു ക്രിസ്തുവിനെ താമസം വിനാ ഞാൻ കാണും. ആ കർത്താവിനെ ഞാൻ കാണുമ്പോൾ കർത്താവിനെ പോലെ അവന്റെ ശരീരത്തോട്, എൻ്റെ താഴ്ചയുള്ള ശരീരം അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി ദൈവം ഈ രൂപാന്തരപ്പെടുത്തുന്ന ഒരു അവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് ആ പ്രത്യാശ. ആ പ്രത്യാശയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഉണ്ടാകുന്നത്. ഇവിടെ നമ്മൾ വായിച്ചത്, എബ്രായ ലേഖനം വായിച്ചത്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പാണ്. അപ്പൊ വിശ്വാസം എന്നതിന്റെ നമ്മൾ പ്രത്യാശ ചെയ്യുന്ന കർത്താവ് യേശു ക്രിസ്തു പ്രത്യക്ഷനാകും. ആ യേശു ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കും. അവർ ഉയർത്തെഴുന്നേൽക്കുന്നത് രൂപാന്തര ശരീരത്തോടു കൂടെ ആണ് ഉയർത്തെഴുന്നേൽക്കുന്നത്. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കി രൂപാന്തരപ്പെടുത്തുന്ന ഒരു ദിവസം. ആ ദിവസത്തിന് വേണ്ടിയുള്ള ഞരക്കത്തോടു കൂടി നാം കാത്തിരിക്കുന്നവരാണ് ദൈവത്തിന്റെ പ്രത്യാശയിൽ നിലനിൽക്കുന്നവര് എന്നാണ് ദൈവത്തിന്റെ വാക്യത്തിൽ നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. ഇപ്പോൾ നമ്മൾ വായിക്കുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. ഈ കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ കർത്താവ് യേശു ക്രിസ്തുവിനെ ഇതുവരെയും മുഖാമുഖമായി നമ്മൾ കണ്ടിട്ടില്ല. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം ആകെ 3 പേരെ യേശു ക്രിസ്തുവിനെ കണ്ടിട്ടുള്ളൂ. ഒന്ന് സ്തേഫാനോസ് ആണ്. സ്തേഫാനോസ് 7-ാം അധ്യായത്തിൽ സ്തേഫാനോസ് കല്ല് ഏറിക്കൊണ്ട് മരിക്കാൻ സമയത്ത് സ്തേഫാനോസ് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ താൻ വിളിച്ചു പറയുണ്ടായി, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നു, മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കും ഞാൻ കാണുന്നു എന്ന് സ്തേഫാനോസ് വിളിച്ചു പറഞ്ഞു. അങ്ങനെ പറയിൽ അവനെ കല്ലെറിഞ്ഞു എന്ന് നാം വായിക്കുന്നു. അപ്പൊ സ്തേഫാനോസ് ആണ് സ്വർഗാരോഹണം ചെയ്തതിനു ശേഷം യേശു ക്രിസ്തുവിനെ കാണുന്ന ഒരു വ്യക്തി. രണ്ടാമത് അപ്പോസ്തലൻ പൗലോസ് ആണ്. ഞാൻ ഒരു അപ്പോസ്തലത്തിൽ നാം വായിക്കുന്നു, ഞാനൊരു ആത്മവിശുദ്ധയിലായി അവനെ കണ്ടു എന്ന അപ്പോസ്തലൻ പൗലോസ്. മൂന്നാമത് കാണുന്ന വ്യക്തി പത്മോസ് ദ്വീപിലായിരുന്ന യോഹന്നാൻ അപ്പോസ്തലനാണ്. ആ യോഹന്നാൻ അപ്പോസ്തലനും യേശു ക്രിസ്തുവിനെ, തേജോമനായ യേശു ക്രിസ്തുവിനെ അപ്പോസ്തലനായ യോഹന്നാൻ കാണുന്നു. താൻ മരിച്ചവനെ പോലെ കാൽക്കൽ വീഴുന്നു. ഈ സംഭവമെല്ലാം നമുക്കറിയാം. അപ്പൊ ഞാൻ പറഞ്ഞൊരു താല്പര്യം, ഈ യേശു ക്രിസ്തുവിനെ ഇനി കർത്താവ് യേശു ക്രിസ്തു പോയതുപോലെ തന്നെ മടങ്ങി വരും എന്ന് ദൂതന്മാർ പറഞ്ഞു. കർത്താവ് യേശു ക്രിസ്തു തന്നെയും പറഞ്ഞു. അപ്പൊ ഈ യേശു ക്രിസ്തു പോയതുപോലെ മടങ്ങി വരുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിൽ നമ്മൾ കർത്താവ് യേശു ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരാകുന്ന ഒരു ദിവസമാണത്. ആ ദിവസത്തിന് വേണ്ടിയുള്ള ഒരു വലിയൊരു തിടുക്കം, ഒരു ഞരക്കം, ഒരു ആകാംക്ഷ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയത്തിൽ ആ ഞരക്കവും ആ താല്പര്യവും ഉണ്ടാകും. അപ്പൊ അതാണ് പറഞ്ഞിരിക്കുന്നത്. കാണാത്ത ആശിക്കുന്നതിന്റെ ഉറപ്പം കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. കർത്താവ് യേശു ക്രിസ്തു നാം കണ്ടിട്ടില്ല. കർത്താവ് യേശു ക്രിസ്തു താമസം വിനാ പോയതുപോലെ മടങ്ങി വരും. കർത്താവ് യേശു ക്രിസ്തുവിനെ നാം മുഖാമുഖമായി കാണും. ആ സമയത്ത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ മഹത്വമുള്ള ശരീരത്തോട് നമ്മുടെ ശരീരത്തെ ദൈവം രൂപാന്തരപ്പെടുത്തും. അങ്ങനെ രൂപാന്തരപ്പെടുത്തുന്ന ആ ദിവസത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് നമ്മൾ ഞരകിക്കൊണ്ട് കാത്തിരിക്കുന്നത്. അത് നമ്മൾ മാത്രമല്ല, 3 ഞരക്കങ്ങളെ കുറിച്ച് റോമാലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് ഞരങ്ങുന്നു, നമ്മൾ ഞരങ്ങുന്നു, സർവ്വ സൃഷ്ടികളും ഞരങ്ങുന്നു. ഇനി ഇവിടെ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം വായിക്കുന്നു. അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. ഈ വിശ്വാസത്താലാണ് പൂർവികന്മാരായിരിക്കുന്നവർക്ക് സാക്ഷ്യം ലഭിച്ചത്. ഈ വിശ്വാസത്താൽ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചു. എന്നിട്ട് പറയുന്നത്, ഹാബേലിന്റെ കാര്യം മുതലാണ് പറഞ്ഞു തുടങ്ങുന്നത്. വിശ്വാസം ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല, കാരണം എന്ന് പെരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കായിന്റേതിന് ഉത്തമമായ യാഗം കഴിച്ചു. അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവം അവന്റെ വഴിപാടിൽ സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇനി രണ്ടാമത്തെ ഈ കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചായിരുന്നു. രണ്ടാമത്തെ വ്യക്തിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു.
വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് അവൻ എടുക്കപ്പെടുന്നതിന് മുൻപേ സാക്ഷ്യം ലഭിച്ചു. ഇപ്പോൾ ഹാനോക്ക് എന്ന് പറയുന്ന ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക്, ആദാം മുതൽ ഏഴാമൻ എന്ന് പറയാൻ, ആദാം മുതൽ ഈ ഏഴാമനായ ഹാനോക്കിന് മുൻപ് വേറൊരു ഹാനോക്ക്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക്. ഈ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു. ഉൽപ്പത്തി പുസ്തകത്തിൽ ഹാനോക്കിനെ വായിക്കുന്നത് ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. ഹാനോക്കിന്റെ ചരിത്രം നമ്മൾ ഒരു നിമിഷം ചിന്തിച്ചാൽ നമുക്ക് കുറച്ചും കൂടെ ആത്മീയ വർധനവിന് കാര്യമാകുന്ന ഒരു ചരിത്രമാണ് ഹാനോക്കിന്റെ ചരിത്രം. ആ ചരിത്രം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഹാനോക്കിന് 65, ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെഥുശലേഖനെ ജനിപ്പിച്ചു. മെഥുശലേഖനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 വർഷം ദൈവത്തോടുകൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കും. അവിടെ നമ്മൾ കാണുന്നൊരു കാര്യം, ഹാനോക്ക് മെഥുശലേഖിനെ 65 വയസ്സായപ്പോൾ ഹാനോക്ക് മെഥുശലേഖിനെ ജനിപ്പിച്ചു. മെഥുശലേഖിനെ ജനിപ്പിച്ച ശേഷമാണ് ഹാനോക്ക് ദൈവത്തോടുകൂടെ നടക്കാൻ തുടങ്ങിയത്. മെഥുശലേഖ എന്ന വാക്കിന്റെ അർത്ഥം ഇവന്റെ ശേഷം പ്രളയം, അല്ല ഇവന്റെ ശേഷം അത് സംഭവിക്കും എന്നുള്ളതാണ്. ഹാനോക്ക് വാസ്തവത്തിൽ ഹാനോക്ക് ഒരു പ്രവാചകനായി. ഹാനോക്കിന്റെ പ്രവചനത്തിന്റെ ഒരു ഭാഗം യൂദായുടെ ലേഖനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നു. ഇത് 1000 വിശുദ്ധന്മാരുമായി ഭക്തികെട്ടവരൊക്കെ ന്യായം വിധിക്കാൻ കർത്താവ് വരുന്നതെന്നൊക്കെയുള്ള ആ ഭാഗം നമ്മൾ യൂദായുടെ ലേഖനത്തിൽ ഇപ്പോൾ കാണുന്നുണ്ടല്ലോ. അപ്പൊ ഈ ഹാനോക്ക് ഒരു പ്രവാചകനായിരുന്നത് കൊണ്ട് തന്നെ ഹാനോക്കിന് ഒരു കാര്യം മനസ്സിലായി. മെഥുശലേഖ് എന്ന് പറയുന്ന ഹാനോക്കിന്റെ 65 വയസ്സുള്ളപ്പോൾ മെഥുശലേഖ ജനിച്ചു. മെഥുശലേഖ ജനിച്ചതിന് ശേഷമാണ് ഹാനോക്ക് ദൈവത്തോട് നടക്കാൻ ഇടയായത്. മെഥുശലേഖ ജനിക്കുന്നത് 100 വയസ്സുള്ളപ്പോൾ ആയിരുന്നു എന്ന് സങ്കല്പിക്കുക. ഹാനോക്കിന് 100 വയസ്സുള്ളപ്പോഴും ആണ് മെഥുശലേഖനെ ജനിപ്പിച്ചെങ്കിൽ ഹാനോക്കിന് 265 വർഷം മാത്രമേ ദൈവത്തോടുകൂടെ നടക്കാൻ കഴിയത്തുള്ളൂ. കാരണം ഹാനോക്ക് ദൈവത്തോടുകൂടെ നടക്കാൻ കാരണം ഉണ്ടായത് ഹാനോക്ക് ജനിച്ചു എന്നുള്ളതാണ്. കാരണം ഹാനോക്ക് ജനിച്ചു എന്ന് പറഞ്ഞത് ഹാനോക്കിന് ഒരു കുഞ്ഞു ജനിച്ചു എന്നുള്ളതല്ല, നേരെ മറിച്ച് ഇവന്റെ ശേഷം അത് സംഭവിക്കും എന്ന് ഹാനോക്കിന് മനസ്സിലായി. എന്താ സംഭവിക്കുന്നത്? ഭക്തികെട്ടവരുടെ നാശം ഇവന്റെ ശേഷം സംഭവിക്കും. ഭക്തികെട്ടവരൊക്കെയും ദൈവം ന്യായം വിധിക്കും. ആ ന്യായവിധി ഇവന്റെ ശേഷം സംഭവിക്കും എന്നുള്ള സത്യം ഹാനോക്കിന് ബോധ്യപ്പെട്ടു. അപ്പൊ ഈ ലോകത്തിലെ സംഭവങ്ങളെല്ലാം കാണുമ്പോൾ നമുക്ക് ഇന്നൊരു സത്യം വെളിപ്പെടേണ്ടതാണ്. അതായത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത പണ്ട് നമ്മൾ പറഞ്ഞിരുന്ന കാലത്തേക്കാൾ എത്രയോ വാതുക്കലായിരിക്കുന്നു എന്നുള്ള സത്യം നാം ഗ്രഹിച്ചിട്ട് മുൻകാലങ്ങളെ അപേക്ഷിച്ച് കഴിഞ്ഞുപോയ നാളുകളിൽ ദൈവത്തിന്റെ സമ്പൂർണമായ ഇഷ്ടം ചെയ്യാൻ നമുക്ക് സാധിക്കാതിരുന്നത് ഓർത്ത് ദുഃഖിച്ച് അനുതപിച്ച് കണ്ണുനീരോടുകൂടെ കർത്താവായ യേശു ദൈവത്തിന്റെ പാദപീഠത്തിൽ വിടുന്ന ദൈവത്തിന്റെ കരുണയ്ക്കായിട്ട് അപേക്ഷിച്ച് വീണ്ടും ഒരു പുതുക്കപ്പെട്ട ജീവിതം ചെയ്ത് ഹാനോക്ക് നടന്നപോലെ ദൈവത്തോടു കൂടെ കർത്താവിനോട് കൂടെ നടക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഹാനോക്കിനെ പോലെ നാം എടുക്കപ്പെടാൻ ഇടയായിത്തീരും. ഇല്ലെങ്കിൽ ഹാനോക്കിന്റെ ആ മെഥുശലേഖിന്റെ ശേഷം സംഭവിച്ച പ്രളയത്തിൽ ഭക്തി കെട്ടവരൊക്കെയും നശിച്ചു പോയതുപോലെ സകല ഭക്തി കെട്ടവർ എല്ലാവരും നശിച്ചു പോകുന്ന കൂട്ടത്തിൽ നമ്മൾ നശിച്ചു പോകാൻ ഇടയാകും എന്നുള്ള സത്യം നാം ഗ്രഹിച്ച് ദൈവം നമുക്ക് തരുന്ന ആയുസ്സിൽ ദിവസങ്ങളിൽ കർത്താവിനോട് കൂടെ നടക്കാൻ നമ്മൾക്ക് ദൈവം കൃപ തരട്ടെ എന്ന് ആശിക്കുന്നു. അടുത്ത വാക്യം 11-ാം അധ്യായത്തിന്റെ അടുത്ത വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് എടുക്കപ്പെടുന്നതിന് മുൻപേ സാക്ഷ്യം പ്രാപിച്ചു. ഹാനോക്കിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന അവൻ എടുക്കപ്പെടുന്നതിന് മുൻപേ തന്നെ ഒരു സാക്ഷ്യം പ്രാപിച്ചു. എന്താ സാക്ഷ്യം? അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് സാക്ഷ്യം പ്രാപിച്ചു. നാം എടുക്കപ്പെട്ടതിന് ശേഷം അല്ല, നാം ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ആയുസിന്റെ നാളുകളിൽ നമ്മുടെ നടപ്പും പ്രവൃത്തിയും എല്ലാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതായിരിക്കണം എന്ന് ദൈവം ആശിക്കും. അങ്ങനെ നടന്നാൽ മാത്രമേ നാം എടുത്തുകൊള്ളപ്പെടുത്തുള്ളൂ. അടുത്ത വാക്യം നമുക്കിങ്ങനെ വായിക്കുന്നു. ആറാമത്തെ വാക്യം,
എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഏറ്റവും ദൈവത്തിന് ഇഷ്ടമുള്ള, ദൈവത്തിന് പ്രസാദമുള്ള ഏറ്റവും നല്ല പ്രവൃത്തി ഏതാണ് എന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിൽ ഉള്ള ഉത്തരം അവൻ അയച്ചവനിൽ വിശ്വസിക്കുന്നതാകുന്നു ദൈവത്തിന് ഏറ്റവും പ്രസാദമുള്ള പ്രവൃത്തി എന്ന് കർത്താവിന്റെ വചനത്തിൽ നാം കാണുന്നുണ്ട്. ദൈവത്തിന് ഏറ്റവും പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ വിശ്വസിക്കുന്നതാകും. അപ്പൊ ആ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നില്ല. അപ്പൊ ആ വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. ഞാൻ മുമ്പേ പറഞ്ഞത് ആ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി ലൈഫിലുള്ള നമ്മുടെ ആക്ഷൻസ്, നമ്മുടെ ഉത്കണ്ഠകൾ മാറുമ്പോൾ നമ്മളെ എന്ത് തിന്നും, എന്ത് കുടിക്കും, എങ്ങനെ ജീവിക്കും, മുന്നോട്ട് നാളെ ഇനി എന്ത് ആയിത്തീരും എന്നുള്ള ഉത്കണ്ഠകളല്ല. നാളെ എന്തായി തീർന്നാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല. അത് രോഗമല്ല, പീഡകളല്ല, ഞെരുക്കങ്ങളല്ല, ഉപദ്രവങ്ങളല്ല, മരണം തന്നെ സംഭവിച്ചാലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. കാരണം ഞാൻ ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ രാജ്യത്തിലാണ്. മരിച്ചതിന് ശേഷം ദൈവരാജ്യത്തിൽ ചെല്ലുന്ന കാര്യമല്ല കർത്താവ് യേശുക്രിസ്തു സുവിശേഷത്താൽ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്ന് മാത്രമല്ല, നാം ഇപ്പോൾ തന്നെ ജീവനിലാണ് വസിക്കുന്നത്. കർത്താവ് യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞല്ലോ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കത്തില്ല. അപ്പൊ ആ ജീവിച്ചിരിക്കുന്ന നമ്മള് ഒരു നാളും മരിക്കാതിരിക്കുന്നത് നമ്മളിൽ ജീവനുള്ളത് കൊണ്ടാണ്. യോഹന്നാൻ അപ്പോസ്തലൻ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, കുഞ്ഞുങ്ങളെ, ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന്. അപ്പോൾ അങ്ങനെ നിത്യജീവൻ നമുക്കുണ്ട്. ആ നിത്യജീവൻ എന്ന് പറയുന്നത് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ശേഷം അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്നതൊന്നുമല്ല. നേരെ മറിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മളിൽ ഇപ്പോൾ തന്നെ ദൈവം ആ നിത്യജീവൻ പകർന്നിരിക്കുന്നതുകൊണ്ട് ജീവിച്ചിരിക്കുന്നവരായ നമ്മളുണ്ട് ആ നിത്യജീവന് ഇപ്പോൾ തന്നെ അവകാശികളാണ്. ആ ജീവന് നാം അവകാശികളാണ്. അതിന്റെ അടുത്ത വാക്യം നമ്മളിങ്ങനെ വായിക്കും, കൊടുക്കുന്നുവെന്ന് വിശ്വസിക്കേണ്ടതല്ലോ. വിശ്വാസാൽ, അടുത്ത ഒരു വ്യക്തിയെ കുറിച്ച് വിശ്വാസാൽ നോഹ അതുവരെ കാണാത്തതിനെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി കൊണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ച് വിശ്വാസത്തിനുള്ള നീതിക്ക് അവകാശമായി തീർന്നു. ഈ നോഹയ്ക്ക് ഒരു ദൈവത്തിന് അരുളപ്പാടുണ്ടായി. ഭൂമിയിലെ മനുഷ്യൻ സൃഷ്ടിച്ചുകൊണ്ട് ദൈവം അനുദപിച്ചുവെന്നും മൂക്കിൽ ജീവശ്വാസമുള്ള സകലത്തെയും ദൈവം ജലപ്രളയത്താൽ നശിപ്പിക്കും എന്ന് നോഹയോട് കൽപ്പിച്ചു. എന്നാൽ നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. എനിക്കും നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിന്റെ കൃപ ലഭിച്ചു എന്നുള്ളതാണ് മറ്റുള്ളവരിൽ നിന്ന് നമ്മളെ വ്യത്യസ്തരാക്കുന്ന ഏക കാര്യം. ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ദൈവം നമ്മളോട് കരുണ കാണിച്ചു. ദൈവം എല്ലാവരോടും കരുണ കാണിക്കുന്ന ദൈവമാണ്. എല്ലാവർക്കും കൃപ കൊടുക്കുന്ന ദൈവമാണ്. ദൈവത്തിന് മുഖപക്ഷമൊന്നുമില്ല. ദൈവം എന്നോട് കാണിച്ച കരുണ ഏതൊരു പാപിയോടും കാണിക്കാൻ ദൈവത്തിന് എല്ലാ സമയത്തും താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട്. എന്നാൽ ആരാണോ അതിനുവേണ്ടി ദൈവം മുൻപാകെ വരുന്നത് അവർക്ക് മാത്രമേ അത് ലഭിക്കൂ എന്നുള്ളതാണ് സത്യം. ഇപ്പൊ ഒരാൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവത്തിന്റെ അടുക്കൽ വരത്തക്കവണ്ണം അവനൊരു താഴ്മയുള്ളവനായി തീർന്നിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ കാരണം. അപ്പൊ അങ്ങനെ താഴ്മയോടുകൂടെ താനൊരു പാപിയാണ് ബോധ്യത്തോടുകൂടെ ദൈവം മുൻപാകെ വരുന്ന ഏതൊരു മനുഷ്യനും ദൈവം കൃപ കൊടുക്കാൻ എല്ലാ സമയത്തും ഒരുക്കമുള്ളവർ. അപ്പൊ അങ്ങനെ ഈ നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നോഹയ്ക്ക് അതുകൊണ്ട് തന്റെയും തന്റെ കുടുംബത്തിന്റെയും രക്ഷയ്ക്കായി നോഹ ഒരു പെട്ടകം തീർത്തു. ആ നോഹ തീർത്ത പെട്ടകം തന്റെയും തന്റെ കുടുംബത്തിന്റെയും രക്ഷയ്ക്ക് വേണ്ടി മാത്രമായിരുന്നില്ല. എന്നാൽ നോഹയ്ക്ക് കൃപ ലഭിച്ചു. ആ കൃപ ലഭിച്ചത് കൊണ്ട് നോഹ ഒരു പെട്ടകം പണിതിട്ട് നോഹയുടെ ഒരു ആഹ്വാനം ഉണ്ടായിരുന്നു. നീണ്ട വർഷങ്ങൾ നോഹയുടെ ആഹ്വാനം ഈ ലോകത്തോട് നോഹ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ആ വിളിച്ചു പറഞ്ഞ നോഹയുടെ ആഹ്വാനം ഇതായിരുന്നു: ദൈവം ലോകത്തിൽ ഒരു ജലപ്രളയം വരുത്താൻ പോകുന്നു.
സകല ജീവജന്തുക്കളെയും മൂക്കിൽ ജീവശ്വാസമുള്ള സകലത്തെയും ദൈവം നശിപ്പിക്കാൻ പോകുന്നു. അതുകൊണ്ട് ആർക്കെങ്കിലും ആ നാശത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ ഒഴിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതാ ഞാനൊരു പെട്ടകം പണിയുന്നു. ആ പെട്ടകത്തിൽ ആർക്ക് വേണമെങ്കിലും കയറാം. ആ പെട്ടകത്തിൽ പെട്ടകത്തിൽ കയറുന്നവർക്ക് ജീവൻ ഉണ്ടാകും. പെട്ടകത്തിന്റെ പുറത്ത് നിൽക്കുന്ന ആർക്കും ജീവൻ ഉണ്ടാകത്തില്ല എന്നുള്ള ആഹ്വാനം ചെയ്തായിരുന്നു. എന്നാൽ ഈ ആഹ്വാനം നിരസിച്ചവർ, ആ ആഹ്വാനം സ്വീകരിച്ചവർ 8 പേര് മാത്രമേ ആ കാലത്ത് ഉള്ളായിരുന്നു. ആ 8 പേര് മാത്രമേ പെട്ടകത്തിൽ കടന്നു ജീവൻ പ്രാപിക്കാനിടയായി. ഇന്നും ഈ ഒരു പെട്ടകം നമുക്ക് കർത്താവ് യേശു ക്രിസ്തു നിഴലായി നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നു. അത് ഈ പെട്ടകത്തിൽ ദൈവം രക്ഷയ്ക്കായി ഒരുക്കിയിരിക്കുന്ന ഈ യേശു ക്രിസ്തു എന്ന ഈ രക്ഷകനിൽ ആര് അഭയപ്പെടുന്നു, ആര് അതിൽ പ്രവേശിക്കുന്നു, ആര് അതിൽ എത്തുന്നു, ആരതിനെ ആശ്രയിക്കുന്നു, അവർക്ക് ജീവൻ ഉണ്ടാകും. എന്നാൽ അതിന്റെ പുറത്തുള്ള ആർക്കും ജീവൻ ഉണ്ടാകത്തില്ല. കാരണം ഇതിനു വേണ്ടി പ്രളയത്തിൽ നിന്ന് വരാനുള്ള നിത്യനാശത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്, എല്ലാവരും ഒഴിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ദൈവം ഒരുക്കിയ രക്ഷാ പദ്ധതിയാണ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ ദൈവം ഈ ഭൂമിയിൽ അയച്ച് പാപികളുടെ പാപത്തിന് വേണ്ടി പ്രായശ്ചിത്തമായി യേശു ക്രിസ്തു മരിക്കാൻ ദൈവം അനുവദിച്ചത് എല്ലാ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ഇന്നും നമ്മുടെ ദൈവത്തിന്റെ വചനം വായിക്കുന്നു, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം ഇന്നും യേശുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ആര് യേശു എന്ന പെട്ടകത്തിൽ ആശ്രയിക്കുന്നു, പെട്ടകത്തിൽ കടക്കുന്നു, അവർ ഈ നാശത്തിൽ ഒഴിഞ്ഞു പോകാനിടയാകും. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവം ബാക്കി കാര്യങ്ങൾക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. ദൈവം നമ്മളെല്ലാവരും